ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് വ്ളോഗാണ്. മീൻസ് ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യണത് സ്വാഭാവികമാണ്, എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചും കൂടി ഒന്ന് അലങ്കോലമായിട്ട് കിടന്നിട്ടുണ്ട് റൂം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യണ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. എൻ്റെ റൂം ഇൻ ദ സെൻസ് എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാം നമ്മുടെ ഫ്രെയിംസ്, ഫോട്ടോ ഫ്രെയിംസ് ആണെങ്കിലും ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം നമ്മുടെ വണ്ണാമ്പലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് എല്ലാം ഫുൾ ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കും. പിന്നെ പ്രഗ്നൻ്റ് എല്ലാം ആയ ശേഷം പിന്നെ ഏട്ടനാണ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീട്ടിലെല്ലാം പോയി പിന്നെ പ്രസവമെല്ലാം കഴിഞ്ഞു 3 മാസം കഴിഞ്ഞ് വന്നപ്പോൾ റൂം വൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പോലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ എന്തായാലും ആവില്ലല്ലോ ആണുങ്ങൾ ചെയ്താൽ. അപ്പോൾ വാവയുള്ളത് കൊണ്ട് എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് അവൻ എണീക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. ഇതാണ് എൻ്റെ കുഞ്ഞു റൂമാണ് കേട്ടോ. പക്ഷേ നമ്മൾ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ വലുപ്പത്തിലല്ല കാര്യം, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിംസും അവിടുത്തെ ആ ഷോക്കേസിലുള്ള ഷോ പീസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ബെഡ്ഷീറ്റ് ഇന്നലെ മാറ്റിയതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ മാറ്റണില്ല. പിന്നെ വാവേൻ്റെ മോസ്കിറ്റോ നെറ്റും ഉണ്ട്. പിന്നെ തുണീൻ്റെ മേലെയാണ് അങ്ങനത്തെ ഒരു തോർത്തിൻ്റെ മേലെയാണ് ഞാൻ അവനെ കിടത്താറ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഈ ഒരു മോസ്കിറ്റോ നെറ്റ് നമ്മൾ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നല്ലതുപോലെ മീൻസ് അവൻ നല്ലതുപോലെ കിടക്കുന്നുണ്ട്. കൊതുകൊന്നും അവന് കടിക്കുന്നില്ല. പിന്നെ ഈ ഒരു കൂളറ് ഞാനൊരു 2 കൊല്ലം മുന്നേ പോത്തീസിൽ നിന്ന് മേടിച്ചതാണ്. ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് റൂം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. നമ്മൾ റൂം ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളുടെ റൂമിൽ വന്നതുപോലെ തോന്നും. അതേപോലെ നിങ്ങൾ റൂം വൃത്തിയാക്കി വെച്ചില്ല, എല്ലാം ഓരോ സ്ഥലത്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തില്ല, ഓരോ സ്ഥലത്താണ് എന്നുള്ളതെങ്കിൽ നമുക്ക് ആ റൂമിൽ കയറാൻ തോന്നില്ല. അല്ലെങ്കിൽ വീട്ടിലാണ് അങ്ങനെ ഉള്ളതെങ്കിൽ നമുക്ക് ആ വീട്ടിൽ കയറാൻ തോന്നില്ല. അപ്പോൾ എനിക്ക് എന്നും റൂം വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്. ഞാൻ വീട്ടിൽ വന്നാൽ എനിക്ക് മെയിനായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കണത് എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റേതുള്ള സ്ഥാനത്ത് എല്ലാം വെക്കണം. അതെനിക്ക് നിർബന്ധമാണ്. അതിൻ്റെ കാര്യത്തിൽ ആ ഒരു ടോപ്പിക്കിൽ പലപ്പോഴും ഞാനും എൻ്റെ കെട്ടിയവനായിട്ട് അടികൂടാറുണ്ട്. കാരണം എനിക്കിഷ്ടമല്ല ഒരു സ്ഥലത്ത് ആ സാധനം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അത് ഉണ്ടാവണം. അതല്ല എവിടെയെങ്കിലുമൊക്കെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കെട്ടിയവനായിട്ട് അടികൂടും. എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ വന്നാലുള്ള മെയിനായിട്ടുള്ള എയിം. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഒരു ഡ്രീം ക്യാച്ചർ പോലത്തെ ഒരു ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് എൻ്റെ കെട്ടിയോൻ വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതിൽ ഞാൻ വാവേൻ്റെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഓരോ ഫോട്ടോ ഫ്രെയിംസ്, നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ഞാനും എൻ്റെ ഏട്ടനും പിന്നെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ അന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതെല്ലാം അവിടെ വാളിൽ അതെല്ലാം ഹാങ് ചെയ്ത് വെച്ചു. പിന്നെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് അവിടെ ഒട്ടിച്ചേക്കണേ. പിന്നെ ഈ ഒരു വീടെന്ന് പറയുന്നത് 40 കൊല്ലം മുന്നത്തെ വീടാണ്. അപ്പോൾ ഒരു തറവാട് പോലത്തെ വീടാണ്. അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ റൂം റിനോവേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി. അപ്പോൾ ബാക്കിയെല്ലാം റൂമെന്ന് പറയുന്നത് അതേപോലെയാണ്, അല്ലാന്നല്ല ഞാൻ പറയണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴത്തെ വീടും പണ്ടത്തെ വീടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതെന്തായാലും കാണപ്പെടും.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം 1 മാസമായി. അപ്പോൾ എനിക്ക് റൂം ക്ലീൻ ചെയ്യാനേ പറ്റിയില്ലായിരുന്നു. ഇന്നലെയാണ് എനിക്ക് ടൈം കിട്ടിയത് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേഗം ഒന്നും തന്നെ ആലോചിച്ചിട്ടില്ല. ഞാൻ പൊതുവേ കുളിച്ചെല്ലാം കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണിയിലൊന്നും ഞാൻ പോകാറില്ല. കാരണം വേർത്ത് കുളിക്കും. എനിക്ക് വേർപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ വേർത്ത് കുളിക്കും. പക്ഷേ ഇന്നലെ ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം അവൻ ഉറങ്ങിയ സമയം കണ്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ഉറങ്ങിയാലേ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ അവൻ ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് വേഗം ഞാൻ ഒന്നും ഓർക്കാതെ വേഗം ക്ലീനിങ്ങിലോട്ടേക്ക് അങ്ങ് ഇറങ്ങി. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമൊന്നും ആയിട്ട് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഇത് വീടിൻ്റെ മുന്നിലത്തെ വീടിൻ്റെ മുന്നിൽ പോലും എൻ്റെ റൂമിൻ്റെ മുന്നിലത്തെ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും കുറച്ചുണ്ടായിരുന്നു, അതപ്പോൾ എടുത്തെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ക്ലീനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാം അപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സമാധാനമായി. കുറച്ച് വേർത്താലും പ്രശ്നമില്ല, റൂം ക്ലീനായി എന്നുള്ളതാണ് സത്യം. തൃപ്തിയായി, സത്യം പറയുകയാണെങ്കിൽ തൃപ്തിയായി. അപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇതൊക്കെ. വൈപ്സിലാണ് ഞാൻ ക്ലീൻ ചെയ്തത്. പൊതുവെ തുണി എടുത്തിട്ടാണ് ചെയ്യാറ്. ഇന്നലെ അതിനൊന്നും ടൈം കിട്ടിയില്ല, വേഗം എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ വൃത്തിയായി റൂം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ റൂം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയണത്. കുഞ്ഞു റൂമാണ്, എന്നാൽ പോലും നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് പറയാം. എനിക്കതിലൊരു മടിയില്ല പറയാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതേപോലത്തെ ഫോട്ടോസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു ഹാങ്ങിങ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ കേബിൾ ടൈ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി ഒന്ന് തുടച്ചെടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാൾപേപ്പേഴ്സ്. പിന്നെ ഇത് എൻ്റെ കല്യാണത്തിന് സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് ട്രോളി. പിന്നെ അതേപോലെ ഈ ഒരു സംഭവം ഇത് കണ്ടില്ലേ, ഇത് തൊട്ടിലാണ്. ഇത് ആക്ച്വലി നമുക്ക് കുഞ്ഞായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിലുള്ളവർ നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നു വിടുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അവൻ തൊട്ടിൽ കിടക്കാത്തത് കൊണ്ട് അതിലോട്ടേക്കെല്ലാം നമ്മൾ ബാഗ് ഇതൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് സ്പേസ് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ചെയ്തേക്കാണ്. അപ്പോൾ അതെല്ലാം ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് അതൊന്നും അനക്കിയിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്ലീനിങ് വ്ളോഗ് വന്നിട്ട്. അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ ക്ലീനിങ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെലൈക്കണുണ്ട്. ആ കുഞ്ഞു ബെലൈക്കണിൽ ഹിറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിങ്ങനെ റൂം എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണം. മീൻസ് ഒരു സ്ഥലത്ത് വെച്ച സാധനം അതേ സ്ഥലത്ത് വെക്കണം. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു പോകും. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കങ്ങനെ ചെയ്താൽ എന്തൊരു പോസിറ്റിവിറ്റിയുമാണ് നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴും. അതേപോലെ ഒരു എനർജിയും കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ റൂമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ക്ലീൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ഫർണിച്ചർ വേൾഡ്. ടാറ്റാ, ബൈ ബൈ.